നീ ഇവിടെയാണോ കിടന്നേ? ഇത് വടി ഇന്നലെ മഴ പെയ്തില്ല. അങ്ങനെ ഇന്നലെ മഴ പെയ്തില്ലല്ലേ? അപ്പനോട് തീ കത്തിക്കാൻ പറയാൻ വിളിക്കേ. ഒന്ന് തീ കത്തിച്ചിട്ട് പോകാൻ പറ. ആ തള്ളപ്പട്ടി ഇതിലെ കൂടെ വന്നിട്ട് നേരമാണ്. തപ്പുന്നേ അവിടെ 10 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. ഇന്നലെ രാത്രി ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടാ ഓണാക്കിയിട്ടാ പോയേക്കുന്നത് കേട്ടോ. ഞാൻ 1:30 വന്ന് ഞാൻ കെടുത്തി. പിന്നെ 1/2 ലൈറ്റ് ആണെന്നൊന്ന് പറയണം. 6 കെടുത്തിട്ടാണല്ലോ എണ്ണ. ഞാൻ 1:30 ആയപ്പോ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് എനിക്ക് കെടുത്തേണ്ടി വന്നു. അത് നിർത്തിവെച്ച് പോയി. രണ്ടാമത് വന്ന് വീണ്ടും ഓണാക്കി. ഞാൻ കഞ്ഞിക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ കപ്പയൊക്കെ തിന്നാൻ വന്നില്ലേ? കെടുത്തിട്ട് പോയില്ല. മൊത്തം ലൈറ്റ് ഇട്ട് വെച്ചിട്ടാ പോയത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. ഇപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഞാൻ പൊമ്പിളിട്ട് കൂടെ പോയപ്പോഴാണ് ഞാൻ കെടുത്തിട്ട് പോകുന്നത്. ഞാനിവിടെ കെടുത്തിട്ട് പോയതാ ഒന്ന്. അത് പിന്നെ ഇടാൻ പറഞ്ഞ് ഇടിയിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ കെടുത്തിയില്ല. പിന്നെ ഞാൻ ഓർത്ത് ശ്യാമള രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ മാറ്റി പോകാൻ വേണ്ടിയാണ്. മരുന്നൊക്കെ ആശുപത്രി പോയി വാങ്ങിക്കുന്നേ. ഇനി കുറേ ടീം ഇവിടെ കിടപ്പുണ്ട്. ഇവന്മാരൊരു പരുവാകുന്നവരെ നമ്മൾ തീറ്റ കൊടുക്കാൻ തയ്യാറാണ്. അത് കഴിയുമ്പോൾ ഇവന്മാർ വിട്ടു പോവോ അത് ഇവിടെ തന്നെ സ്റ്റേ അടിക്കുമോ എന്നറിയത്തില്ല. ഇത് മറ്റേതൊക്കെ വലുതായപ്പോൾ പോയായിരുന്നു. ഇതുണ്ടോ അത്ര ഉണ്ടോ? എങ്ങനെ കൊടുക്കാതിരിക്കും? ഇന്നലെ ജയമെന്ന് പറഞ്ഞ താഴത്തവരുടെ കോഴിയെ പിടിച്ചെന്നാ മറ്റേ വലിയ വെട്ടി. നമ്മളിപ്പോൾ എന്നാ ചെയ്യാനാ? നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊരു ദിവസം വന്നപ്പോൾ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നു. കുറേ കുഞ്ഞുങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് തീറ്റ കൊടുക്കുന്നതല്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രം കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല.
അപ്പം നമ്മളിതിനകത്ത് വലിയ ഉത്തരവാദിയാവും. അവരൊക്കെ സംസാരിക്കുമ്പോൾ ഏതാണ്ട് നമ്മൾ ഉത്തരവാദിയാകുന്ന പോലെ അവർ സംസാരിക്കുന്നത്. നീ എന്താ പറയാ, ആ പുസ്തകം എനിക്ക് നിനക്ക് കിട്ടിയതാണോ അത് എനിക്ക് കിട്ടുന്നു? അങ്ങനെ പറഞ്ഞോ? അതിനകത്ത് പറഞ്ഞോ എനിക്ക് കിട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എൻ്റെ പേരിൽ അയച്ചെന്നല്ലോ വന്നത്. എൻ്റെ പേരിൽ അയച്ചായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിളിച്ച് തോന്നിയത് എന്നെയായിരിക്കില്ല. നീ ഭയങ്കര സംഭവമല്ലേ, എന്നെ ചെയ്യാനാ? ശ്യാമളം അതെ പച്ചച്ചപ്പാത്തി ഉണക്കി കൊടുത്താലോ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആന്നോ? എല്ലാവരും അരിയേക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വരുമ്പോൾ അത് നോക്കും. ശ്യാമളമ്മ നോക്കുമെന്നോ ക്വസ്റ്റ്യൻ പേപ്പർ? നോക്കത്തേ ഉള്ളന്ന്. പാലെടുക്കണേ 12:30. അമ്മ എവിടെ നിൽക്കുന്നു? വിളിക്കണേ. വിളിച്ച ഫോൺ എടുക്കില്ല, അത് സൈലന്റ് ആയി കിടക്കുമായിരിക്കും. അല്ല ഇങ്ങോട്ടാണല്ലോ ഒന്ന് വിളിക്കണേ. ആ എന്നപ്പാ ഒരു രാത്രി ഏത് പടം? ആ അതോ, അത് സമ്മർ ഇൻ ബത്ലഹേം. ഓക്കെ. എവിടെ പോകണം എനിക്കെത്തില്ല. ആണോ? നീ എവിടെ പോവാ? സ്കൂളിലോ? പൊക്കോ, നീ മുമ്പിൽ പോ. ഞാൻ കൈ പിടിക്കാപ്പാ. പിടിക്കാം. മിണ്ടായിരിക്കാൻ പറഞ്ഞോ? അലമുണ്ടാക്കാന്ന് പറഞ്ഞോ? മറ്റോ ജയമ അവിടെ കൂടെ എടുത്തുണ്ട് കേട്ടോ. നിന്റെ ചെരുപ്പിടണ്ടേ? അല്ല ചെരുപ്പ് കൂടുതലെടുത്തിട്ടുണ്ടേ. ജയമ്മയുടെ അമ്മയുടെ എന്നാണോ എനിക്കറിയത്തില്ല. ആണോ? അതാണോ ജയമ്മയുടെ അമ്മയുടെ പേര്? അങ്ങനെ പയ്യെ ഓടല്ലേ. വാട്സാപ്പിലൊന്നും കിട്ടത്തില്ല, ഇതിൽ കിട്ടത്തില്ല. നല്ല പേരാണല്ലോ. വരുവാന്ന് ശാമ്പോയ് നമ്മളെ പിന്നെ ആ വീട് അപ്പുറത്തുണ്ടോ? ഞാൻ ചോദിച്ചു നിന്റെ വീടിന്റെ ഫ്രണ്ടോട് നീ പോകുന്നില്ലെന്ന് ചോദിച്ചു. അമ്മേ എനിക്ക് ഇതിലെ കൂടെ ഞാൻ മുള്ളാന്ന് പറഞ്ഞു. അമ്മ നമ്മുടെ വീട്ടിൽ കൊണ്ടിത് അമ്മ മനസ്സിലായത്. ആ ചേട്ടന്മാര് പണിയാൻ വരികയല്ലോ. അപ്പൊ ഇവ കയ്യത്ത് പോണം, അതാണ് പ്രശ്നം. പോണോ? ഡ്രസ് മാറ്റി അങ്ങോട്ട് മറന്നുപോയി. പോകുന്ന കാര്യം മറന്നുപോയി. കാറേ വരുന്നേ ഉള്ളതാ. കാറ് പറഞ്ഞാൽ പയ്യെ പോയാലേ വരത്തുള്ളൂ. ഇവിടുത്തെ വേല് നോക്കി വേലി ചാടാനുള്ള പരിപാടിയാണ്. എടി അത് മുണ്ടക്കാൻ കണ്ടോ നീ? എന്തിയേ അവിടെ നില്ലേ? കാണിക്കാം. മുണ്ടക്കാൻ കാണിക്കട്ടെ. നീ മുണ്ടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലോ. അവിടെ നിൽക്കുക. എവിടെ പോവാ? മുണ്ടക്ക പോവാൻ വണ്ടി വരട്ടെ. അതാ മുണ്ടക്ക.
നമുക്ക് മനസ്സിലായത് അവിടെ 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 ഇരിക്കാം. അവിടെ ഇരിക്കാവോ? ആ ഇരിക്കാം. അയ്യോ, ഈ ചണ്ടൊക്കെ നിൽക്കാം. പോവാം. ഇത് ഇവിടെ കയറിയിരുന്നോ വേണം? ഞാൻ അങ്ങോട്ട് നോക്കണോ? വേണ്ട, അല്ല. അത് വേണ്ട. ഞാൻ വേണ്ട. പോവാ ഒന്ന്. ചാടിക്കയറ് ചാടിക്കയറ്. ആരുടെ ഏതാ? വലിയ അലമ്പുണ്ടാക്കിയില്ല. അഡ്ജസ്റ്റ് ചെയ്തേ. അല്ലേ ആ വെയിലത്ത് നിന്നിട്ടാ. ഞാൻ സാധാരണ അങ്ങനെ പോകുമ്പോ ഞാൻ എവിടെ പോയെന്നോ ഈ കുപ്പിക്കകത്ത് വെള്ളം. പോകുമ്പോഴേ സാധാരണ ഞാൻ പോക്കറ്റ് ഇട്ടോണ്ട് ഇറങ്ങി പോകുന്ന പോണ. ഇത് അവൻ വന്നപ്പോ ഞാൻ അങ്ങ് ഇറങ്ങി പോയി. വർത്താൻ പറഞ്ഞോടി ദൈവം ശ്യാമമ്മ നമ്മളെ രാജമ്മ അമ്മ രാജയുടെ മഹാലക്ഷ്മി. കറക്റ്റായിട്ട് നീ അച്ഛൻ്റെ പേരാടി? അച്ഛൻ്റെ പേര് കിട്ടി 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 കിട്ടിയെങ്കിൽ പറ. മഹാദേവനോ കരുതില്ലേ അയ്യേ കിട്ടി വേണം. നീ പറ. ആലോചിച്ച് പറഞ്ഞാൽ മതി. അഞ്ച് പേരുണ്ട്. മഹാദേവൻ ആരാ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാനിപ്പോ തോന്നോ വയ്ക്കാറില്ല. അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അതെ. നീ ആലോചിക്ക്. വയ്ക്കാറില്ല. സുകുമാരൻ. ആ കുറച്ച് സമയം എടുക്കും ചിലത് വരാൻ വേണ്ടി. അവളുടെ ഭാഷ പറഞ്ഞാൽ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. മറ്റേ എന്തുവാ പിന്നെ ഞാൻ അമ്മ അവിടെ ഇരിക്കാം. മറ്റേ അരിയും കുഞ്ഞൊന്നും അരിയൻ ഡോക്ടർ അവിടെ നിർത്തണേ. അമ്മ കേട്ടട്ടെ. ഇതാണോ? ഇതേതാടി ഈ സാരി? കാറ് മനസ്സിലാകത്തില്ല എന്നാലും ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചായിരുന്നു. ആ ശ്യാമളമ്മ ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് മനസ്സിലായല്ലോ. ഇതാ ഇവിടുന്നാ അതിന്റെ മണ്ടയ്ക്ക് കേറിയിരിക്കും. ആദ്യം ചേർക്കൊന്നും അറിയട്ടെ എന്നിട്ടല്ല പോകുന്ന ഏരിയ. ആശാനിലെയോ മുണ്ടക്കകത്ത് ചെല്ലിട്ട് ചേച്ചിക്കാം മതിയോ? ഇതെല്ലാം കൊണ്ടൊക്കെ നല്ല എടുത്തന്നെ പൈസ അടയ്ക്കണ്ടേ? അറിയാം. അത് 11 ആയല്ലോ. കടയിൽ പോയില്ലേ? ആ പഞ്ചായത്തിന് ദേവന്റെ റോസ് ഡ്രസ്സുണ്ട്. നമുക്ക് പിടിക്കാം. എല്ലാം ഉണ്ട് എൻ്റെ വീട്ടിൽ. കുറച്ച് പഴം വെച്ചാലോ? ഓ പഴം അവിടെ കിടന്നോട്ടെ. സൂപ്പർ സൂപ്പർ പഴം. പഴംപഴം. നല്ല വായമ്പഴം. സൂപ്പർ വായമ്പഴം. ഉപ്മാന്റെ കുട്ടും പിന്നെ അമ്മയുടെ വെള്ളം. ആ പോയി പറ ഇനി വാടി ചെല്ലടേ വയ്യ പോ. അതിനകത്തുണ്ട്. ആ അതിനൊക്കെ ആയില്ല ഒന്നും. ഇവരൊന്നും ആയില്ല. ഇല്ലല്ലോ ഒന്നും ആയില്ല. നീ മുന്നോട്ട് എന്നോട് ഒന്ന് നിർത്തണോ? ഞാൻ ചിലപ്പോ പറയാം. സ്കൂളിൽ അല്ല അവള് സ്കൂളിൽ പോകുന്നു.
ഇത് തന്നെ അല്ലേ? ചെരുപ്പിടട്ടെ, ചെരുപ്പിട്ട് ബായി അത് ചെരുപ്പ് വേണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകല്ലോ. മുന്നോട്ട് വരാൻ ചെരുപ്പിട് അതല്ല നെറ്റക്കാല് ചെരുപ്പിടാൻ ആദ്യം ഫ്രണ്ട് തുറക്കാറായോ? ആ മേളിലായിരിക്കും ആ മേളില ആ മേളിലായിരിക്കും. ഇതാണ് സ്കൂള്. ഉണ്ടാക്കേണ്ട കാര്യമുള്ള എല്ലാം ഇതുപോലത്തെ ഏതാണ് സ്കൂള്? ഇഷ്ടപ്പെട്ടു. വേണ്ടെന്നോ? കറി എടുക്കാം. കൊച്ചിൻ്റെ പാചകം സൂപ്പറായിട്ടുണ്ട്. എന്നാ പാചകം? പാചകത്തിൻ്റെ വീഡിയോ ഇട്ടണേ. കറി ഉണ്ടാക്കുക. കാറെ പോണ്ടേ? ഓട്ടോ മതിയോ? ശാന്തമേടെ ഓട്ടോ വേണം. ആണോ? ശ്യാമ ചെറിയ ഓട്ടോ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? വേണ്ട. വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടിട്ട് മാത്രമേ ഇടൂ. സമയം വേണ്ട ഇതിനെല്ലാം കൂടെ. ഈ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നേരം എടുക്കും. ഫുൾ ടൈം ചെയ്യുമ്പോൾ എന്നാലും വീട്ടിലത്തെ പരിപാടി ആ എല്ലാം ഉണ്ട്. എല്ലാം പല പല കാറ്റ് ഇതാക്കിയിട്ടാ. ഹോസ്റ്റലില്ലെന്ന് തോന്നുന്നു. നിർമ്മാണമൊക്കെ ഉണ്ട് കണ്ടോ. എന്നാ പറഞ്ഞേ? സർട്ടിഫിക്കറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിലേ അവർക്ക് ആനുകൂല്യം ആദ്യം തൊട്ട് കിട്ടാൻ പറ്റത്തു, എല്ലാ ദിവസവും പറ്റത്തുള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യം പ്രശ്നം എന്ന് പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് വേണം. ഇവരെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചപ്പോഴാണ് ഞാൻ അക്ഷയ കൊടുത്തതിന്റെ എന്റെ ഇരിപ്പുണ്ടായിരുന്നു. അത് കൊടുത്താൽ മനസ്സിലായി ഇത്രയും ഇവരെ ആയതല്ലേ എന്ന് വെച്ചു. ഇനിയിപ്പോ കിട്ടിയാൽ മതി, എപ്പോൾ കിട്ടിയാലും പോന്നേക്കാൻ പറഞ്ഞു. UDID കാർഡ് കൂടെ എടുക്കണം. UDID കാർഡിനല്ലേ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് ഓൾറെഡി അവിടെ. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ UDID കാർഡ് എടുത്തുള്ളൂ. അന്നേരം ഇതുപോലെ അക്ഷയ അപേക്ഷ അന്നേരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവളെ കൊണ്ട് പിന്നെ ഇവർക്ക് അത്യാവശ്യം ഇവിടെ കാണാൻ പറയും. ഇവർക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴേ ഇത് കൊടുക്കണം കൊച്ചിന്. അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഹൈപ്പർ ആക്റ്റീവിന്റെ മരുന്ന്, അത് അന്നേരം കൊടുത്താൽ പോരാ, ഇപ്പോഴേ കൊടുത്താലേ കൊച്ചു നടങ്ങി ഇരിക്കണമെങ്കിൽ അത് മറ്റേ പുള്ളിക്കാരി അത് തന്നെ പറഞ്ഞേ. ഞാനും അങ്ങനെ കേട്ടത്. കാരണം അതത്ര പ്രശ്നമുള്ള അതൊന്നും അല്ല. അത് കൊടുത്തില്ലേലും മുന്നോട്ട് നിന്നും പ്രശ്നവും. അല്ല മറ്റേ സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് സ്കൂളിൽ വിടാറാകുമ്പോഴത്തേനും കൊടുത്താമെന്ന് പറഞ്ഞ അങ്ങനല്ല ഇരിക്കണമെങ്കിൽ. പക്ഷെ നേരത്തെ ഇച്ചിരി നേരത്തെ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്തെ കൊച്ചിനെ കൊടുക്കുക. അത് കുഴപ്പമില്ല. സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞായിരുന്നു മറ്റേ പുള്ളിക്കാരി. ഞാൻ പറഞ്ഞ കണ്ടു
ഇവിടെ പൊന്മൂത്ത് പിന്നെ കാണാൻ പറഞ്ഞ അതിനാ ഇവിടുത്തെ പിള്ളേർ കാഞ്ഞപ്പള്ളി കുന്നേലോ ഹോസ്പിറ്റലിലെ കൃഷ്ണകുമാർ സാറാണ്. സാറിനെ കണ്ടാലും മതി. മരുന്ന് കൊടുത്തു. ആ സാറാണ് ഇവിടുത്തെ പിള്ളേരെ നോക്കുന്നേ. കാര്യങ്ങളൊക്കെ ഓക്കെ. അത് പറഞ്ഞു. അവർക്ക് യോസ്കോയി കൊടുക്കും. ചെരുപ്പിട്ടോണല്ലോ ഇടിയാൻ തരും. ശ്യാമള അങ്ങോട്ടേക്ക് വിടാം നമുക്ക്. എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങി ഇങ്ങോട്ട് കയറി പോയത്. ഹോട്ടലെത്തിയോ? ഹോട്ടലെത്തുവോ? ഇവിടെ സെന്റ് സ്കൂളിൽ സ്കൂള് വേണ്ടെങ്കിൽ കൂട്ടം ഉണ്ടോ നോക്കിയിട്ട് കയറാവുള്ളൂ. എല്ലാ കാര്യം കൊടുത്തു. എവിടെ പോവാ? ചേട്ടാ പിന്നെ എവിടെ പോവാ? ഞാൻ ഇറങ്ങുന്നുണ്ട്. അതന്നെയല്ല എവിടെ പോവാന്ന് പറഞ്ഞേ? ചിലപ്പോ ഇത് കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. അമ്മ എവിടെ പോവാ? ഇവിടുന്ന് ഇവർക്ക് പൈസ കൊടുത്താലും വേണ്ടില്ല. ഇവര് വെളിയിലുള്ള ഈ നല്ല മരുന്ന് ഇതിന് സ്കാനേ നിങ്ങൾ പൊക്കോ. അതേ കൊച്ചിനെ ശ്രദ്ധിച്ചോണം. പുറകെ നിന്ന് വെള്ളം എടുക്കും, കുടിക്കും, തല ഒഴിക്കും. അതാ പറഞ്ഞ വെള്ളം ഇങ്ങനെ തരാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ. തന്നെ തന്നെയാണ് അതിനകത്ത്. അല്ല പിന്നെ അവളെ കൂട്ടി അവളെ കല്യാണം കഴിപ്പിക്കാം. അവളെ കൂട്ടി ഇട സൈഡിൽ കൂടെ എവിടെ ആശുപത്രി ഡോക്ടറെ കാണാൻ പോകണോ? ഏത് ഡോക്ടറാ അറിയത്തില്ല. അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ വണ്ടി ഇടുവാവോ? വണ്ടി നമ്മളെ വണ്ടി വിടുവാ. ഇവര് പോട്ടെ. വിട്ടോ വിട്ടോ. അപ്പൊ ജയമ്മേനെ ജയമ്മയൊക്കെ ആശുപത്രി പോയി. ഇവിടെ കുന്നാല ആശുപത്രി ഡോക്ടറെ കാണാൻ പോയി. നീ എവിടെ പോവാ? എനിക്കറിയാം നീ എവിടെ പോവാ. നീ എവിടെ പോവാ? എവിടെ വീട്ടിൽ? ആ എന്നാ പിന്നെ എന്നോട് ചോദിക്കുന്നത്. എല്ലാരും ഇല്ല. ആരാ ഉള്ളേ? ആ എല്ലാരും ഇല്ല. നാരായണ ഉള്ളത്. എവിടെ? ആ എത്തി. ആ ഇവിടെ നോക്കാം. ഞാൻ ഒരെണ്ണം ചെറുതുണ്ടായിരുന്നു, ഒത്തിരി വലിപ്പമില്ലാത്ത. ആ അത് ഞാൻ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ട്, പക്ഷെ ഞാൻ മണ്ട ഒരു സൈഡ് കട്ട് ചെയ്താ വെച്ചേക്കാം. ആ കട്ട് ചെയ്തെടുത്ത. ഇവിടെ വാടി. അവിടെ നോക്കി. ഇവിടെ വാ. ഇന്നാളൊന്നും പറ്റിയതാ ഇങ്ങനെ. അപ്പുറത്തായിരുന്നു. ആ അപ്പൊ അതുകൊണ്ട് വീപ്പ വരാറുണ്ട് ഇവിടെ ചില സമയത്ത്. ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചാ. അത് ഈ ഒരു കാര്യം പറയട്ടെ. ഇത്രയും വട്ടമുള്ളൂ. ചെറിയ ബുക്ക് പറഞ്ഞ കറക്റ്റായിരുന്നു. ആ സാധനം ഞാൻ പറയാം. ഓ വെയിലല്ലേ? എന്നാൽ ഇവിടെ നിൽക്കി കുറച്ച് നേരം. മടുത്ത് കുറച്ച് കഴിഞ്ഞ് പോവാം. മടുത്തെങ്കിൽ ഇത് ഇവിടെ തണലുണ്ട്. വേണ്ടേ? അല്ല അപ്പോൾ ഷാമ്പൂയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് കോട്ടയം പോയില്ലേ, അതിൻ്റെ സംഭവം കാർഡ് കിട്ടാനുണ്ടല്ലോ. അതെല്ലാം ഒന്ന് റെഡി ആകണം. അത് റെഡി ആയെങ്കിലേ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. അതൊരു കാര്യമുണ്ട്. അപ്പോൾ അത് റെഡി ആകുമെന്ന് പറഞ്ഞേക്കുന്ന ഉടനെ, അത് റെഡി ആകുവാണെങ്കിൽ ഉടനെ ചെല്ലാൻ പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് ബസ്സുണ്ട് മുണ്ടക്കയം വരെ. അപ്പം ആ ബസ്സൊക്കെ കയറ്റി വിട്ടാൽ മതി. അതൊന്നും കുഴപ്പമില്ല, എല്ലാം സെറ്റാ. പക്ഷേ ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ പറ്റുള്ളൂ. വെയിൽ പോയോ? തണലായി.
ഇനി അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വെയിലുണ്ട്. അവിടെ കണ്ടോ, മടുത്തു. അടുത്തെങ്കിൽ നിൽക്കുക, പയ്യെ പോകാം, പയ്യെ പോകാം. അവിടെ കൂട്ടില്ല, അയച്ചു വിട്ടേക്കോ അടിയനെ. ഊട്ടി പോടാ, കൂട്ടി പോടാ, പോയി കിടന്നോ കൂട്ടി പൊക്കോ. അവരവിടെ പിടിച്ചു വെച്ചു. അവിടെ ഒരു കടയിൽ കയറി, ഞങ്ങൾ ഹോട്ടലിൽ കയറി. ചോറുണ്ട്, കൊടുക്കാൻ കാശില്ലായിരുന്നു. അതുകൊണ്ട് ജയ ശ്യാമള അവർ പിടിച്ചു വെച്ച് പാത്രം കഴിട്ട് പോയായിരുന്നു. ശ്യാമളമ്മ അപ്പോൾ അരച്ചു കൊടുക്കാൻ വേണ്ടി അരകല്ലൊക്കെ എടുത്ത് അവിടെ ദോശയൊക്കെ അരയ്ക്കുന്നു. ജയ അവിടെ പാത്രം കഴുകുന്നു. മതിയോ? ധാരാളം ഊരി തരും, നീ ഊരണ്ട. ഞാനേ കുടിക്കുന്നത് അതാണോ കറ പറ്റുമോ നോക്കണം. നമ്മുടെ കപ്പൂര പക്ഷേ ഉണ്ടല്ലോ നിൽക്കുന്നത് ഏകര മൊത്തം അപ്പുറത്തെ പറമ്പിലോട്ടാണ്, നമ്മുടെ അച്ചറപ്പണൻ്റെ പറമ്പിലോട്ടാണ്. അതുകൊണ്ട് അവിടെ എല്ലാം വീഴത്തുള്ളൂ. അല്ല ഇപ്പോൾ പോയി പെറുക്കിയെടുത്തു വന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞ പരീക്ഷയുള്ളൂ. അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ചുട്ട് തന്നെ ഞാൻ ചാമ്പും കൂടെ എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയും. ആ ഒന്നും പറയണ്ട, സൂപ്പർ ആശുപത്രി, സൂപ്പർ സ്കൂൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്നാ സൂപ്പർ സ്കൂളാ? പോകുന്നുണ്ടോ അങ്ങോട്ട്? ഒന്നും പറയണ്ട, സൂപ്പർ സ്കൂളാണ്. അടിപൊളി ബിരിയാണി കൊള്ളാം, പൊറോട്ട സൂപ്പർ ആയിരുന്നു. ചേച്ചി പറഞ്ഞു കൊടുക്കപ്പേ. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, നീ തന്നെ പറഞ്ഞു കൊടുത്താ. ചേച്ചി ചേച്ചിയുടെ പറ്റി പറയുന്ന കേക്ക്. ഞാൻ പോയി ആശുപത്രി പോയി, എന്നിട്ട് അപ്പ ആ ചങ്കരത്ത് ഒറ്റടി
പറഞ്ഞു കൊടുക്ക്. ഇവള് അവിടെ നിന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇവളെ അങ്ങോട്ട് ഇത് കിട്ടിയില്ല. അപ്പോൾ ഇവള് ഒറ്റ അട്ടി എനിക്കിട്ട് എവിടെ? ആ സ്കൂളിൽ നിന്നുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. അതിന് വയലന്റ്. എന്നിട്ട് ഹോട്ടലിൽ പോയി പൊറോട്ട കഴിച്ചു. പിന്നെ ഇന്നത്തെ പച്ചക്കറിത്തെ ആർക്കറിയാം പറയാനേക്ക്. പിന്നെ പെട്രോൾ അടിച്ചു. എന്നിട്ട് പായസം ഇട്ടു. എന്നിട്ട് പെട്രോൾ ആയില്ല. വന്ന് കേറി ഇപ്പൊ തന്നെ ആശുപത്രി ചേച്ചി ഞങ്ങളുടെ അടുത്ത ദിവസം കോട്ടയം ആശുപത്രി പോയി. പിന്നെ ശാന്തമ്മയും കൊണ്ട് ആ പേട്ടയെ പോയി. ഗീന്താൻ പോയി. എല്ലാം ഞാൻ പോയി. ആയ പേട്ട കൊണ്ടുപോവാ. എൻ്റെ അമ്മ എൻ്റെ വല്യമ്മ ഉണ്ട് ശ്യാമളമ്മ. എൻ്റെ ശ്യാമളമ്മയാ കൊണ്ടുപോയി. ശ്യാമളമ്മയും ചേച്ചിയും കൊണ്ടുപോയി എന്നെ പേട്ടയില്. ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേച്ചി ആരും കൊണ്ടുപോയി. എൻ്റെ അപ്പയാ ചേച്ചി കൊണ്ടുപോകുന്നെ. സത്യം അപ്പ എന്റെ കൈ വിട്ടപ്പ. എന്നിട്ട് ചെരുപ്പൊക്കെ നടന്നു. എൻ്റെ എന്ത് നല്ല എന്റെ അറിയാം. എനിക്ക് പോകണ്ട, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ശാംഭവി അറിയാ എനിക്ക് ഇന്ന് മുണ്ടക്കെട്ട് വേണ്ടെങ്കിൽ എൻ്റെ നിന്നാ മതി. ശാംഭവി അറിയാ പോയി നിന്നാടി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കാറി എനിക്ക് പോകണ്ട, എനിക്ക് വേണ്ട. ഞാൻ പള്ളി പോയി പ്രാർത്ഥിച്ച്. പള്ളിന് അച്ഛനുണ്ട്. പള്ളിയിൽ പോയി അപ്പ എന്തൊരു പാടാ. അപ്പ പിന്നെ പെട്രോൾ കഴിച്ച്. പിന്നെ മടി ശാംഭവിക്ക് മടുത്ത് എന്ന് പറഞ്ഞാൽ മടുത്ത് ശാംഭവിക്ക്. എന്നിട്ട് നടക്കാൻ വയ്യ. അതുകൊണ്ടാ സ്കൂളിൽ പോകാൻ മടിയാ ചേച്ചി. സ്കൂളിൽ പോയപ്പോഴൂ ഒരു ചേച്ചിമാരും ചേട്ടന്മാരും ചേച്ചി അവരൊക്കെ ക്ലാസ്സിനൊക്കെ പോയി. ഒരു ചേട്ടന്മാരെ കണ്ട് സംസാരിച്ചു. ഒരു കാര്യമുണ്ട്. ഞാനാണ് നോക്കണി. അപ്പടെ കൂട്ടാനില്ല മൈജു ചേച്ചി. മൈജു അല്ല ബൈജു. ആ മൈജുവിന് ചേട്ടൻ വന്നേ. ആ ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞു. മൈജില്ലേ അപ്പടെ കുട്ടാനില്ലേ ഫ്രണ്ടൊക്കെ സാധനത്തിന്റെ ചേട്ടനില്ല. ആ ചേട്ടന്റെ വീട്ടിൽ. അച്ചാറിന്റെ വീട് എവിടാ? അമ്പലം. ഏതമ്പലാ? അപ്പൊ പറഞ്ഞേ ചെറുവള്ളി അമ്പലത്തിന്റെ അവിടെ. നമുക്ക് പാലൂര് അമ്പലത്തിൽ പോണം. പാലൂരോ? അതെവിടെയാ? ഉപ്പുമുളകത്തെ പറയത്തില്ല, പാലൂര് അമ്പലത്തിൽ പോണം. ഇന്നത്തെ നമ്മുടെ ചന്ദ്രനെ കാണില്ലല്ലോ. ഇതിലും വരാൻ സമയമായിട്ടുണ്ട്. ആശുപത്രിയൊക്കെ ഈ രാത്രി വരെ ഉണ്ടോ? ഒരു ഡോക്ടറെ കാണാൻ പോയതാ. എൻ്റെ പൊന്നു, രണ്ടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പോഴാ വന്ന്? 2 മണിയായപ്പോ. ഈ സമയത്ത് ആക്കി ഉണ്ട്.
എത്ര മണിക്കൂറായിരിക്കുമെന്നറിയോ? എന്നിട്ട് അപ്പനെന്ത് ചെയ്യും? അവിടെ ഉണ്ട്. അതിൽ പിടിച്ചോണ്ടൊന്നും പോയിട്ടില്ല, അവിടെ ഉണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് ഓറഞ്ച് രാജയുടെ നിനക്ക് തന്നത്, ആപ്പിള് അഷ്റഫണം നിനക്ക് തന്നത്. നിനക്ക് മാത്രം. നിനക്ക് കൊടുത്ത് ഇവിടെ ആണെങ്കിൽ എനിക്കുള്ള ആരാണിക്ക് സ്പെഷ്യൽ എന്നാ പറഞ്ഞത്. എക്സാം വെട്ടുകേക്ക് നിനക്ക്. എനിക്ക് മാത്രം. എന്റെ കൊച്ചു തന്നെ മൂത്രം ഒഴിച്ചത്. എന്നാ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇവിടെ അതെത്ര നേരം എന്നെ കിടന്ന് കിടത്തി കിട്ടേക്കുമായിരുന്നു. അതിനകത്തിന് അതിന് ട്രിപ്പ് ഈ സാധനം മരുന്ന് വിട്ടി കയറ്റി അവിടെ കിടക്കുമായിരുന്നു. അതിന് പ്രശ്നം അതിന് പ്രശ്നം ഉണ്ട്. ഇന്നത്തെ അസുഖമൊക്കെ വെച്ചോണ്ട് യാത്ര ചേച്ചാൻ പറഞ്ഞു നിന്റെ പ്രശ്നം നിനക്കറിയാവുന്ന കൊണ്ട് നിനക്ക് പോകാൻ പറ്റുമെന്നുള്ളത് നിനക്കറിയാം. പോകാൻ പറ്റുമെങ്കിൽ പോവാം, അല്ലെങ്കിൽ പോകണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചാൻ പറഞ്ഞു എനിക്ക് പോകുന്നതിനൊന്നും പ്രശ്നമില്ല, എനിക്ക് ഞാൻ ഓക്കെയാണ്. ഇഞ്ചക്ഷൻ ചെയ്തപ്പം വേദന കുറവുണ്ട്. ഇതെന്റെ കൊച്ചിന് ഓടിക്കൊണ്ടോ അമ്മ കഴിക്കാം. പോയി അവിടെ ഇരുന്നിരുന്ന് കണ്ണിങ്ങനെ അടങ്ങടങ്ങി വരുന്നു. എത്ര നേരമായിരുന്നു. കൊച്ചിന് വേണോ? ഇത് വേണോ കൊച്ചിന്? ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ആടി തൂങ്ങി കഥയും പറഞ്ഞു. പിന്നെ എല്ലാം മേടിക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറെ പാട്ടയും കുപ്പിയും. എൻ്റെ ഫോണുണ്ടോ? നമ്മുടെ കുറച്ച് മരുന്നുകളും. അപ്പൊ നമുക്ക് നമുക്ക് 3 പേർക്കേ ഉള്ളൂ. ഇവരെന്തോ കഴിച്ച് അവിടെ ആരുടേത്? നീ ഒന്നും കൊടുക്കണ്ട. കഴിച്ചിട്ട് ആ ഇല്ല, വെള്ളം മേടിച്ചു. ഞങ്ങൾക്ക് ഇവിടെ പണിയായിരുന്നു. അവിടെ ഒരെണ്ണം കഴി, നീ കഴി. അതൊക്കെ അവിടെ വെക്ക്. ഇതൊക്കെ നീ ആർക്കും കൊടുക്കണ്ടേ, അവരെടുത്തോളൂ. നീ കഴിക്കടി, പോടി. ഓ എന്നൊന്നുമില്ലല്ലോ.